എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എല്ലാം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു ശൂന്യത അനുഭവപ്പെടുന്നത് എന്ന്? ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മൾ നേടിയെടുത്തിട്ടുണ്ട്. കുട്ടിക്കാലത്ത് കൊതിച്ച പലതും ഇന്ന് നമ്മുടെ കൈകളിലുണ്ട്. വിശപ്പടക്കാൻ ഇഷ്ടമുള്ള ഭക്ഷണം, ഉറങ്ങാനൊരു വീട്, സഞ്ചരിക്കാൻ വാഹനം, അങ്ങനെ പലതും. എന്നിട്ടും എന്താണ് ഒരു തൃപ്തിയില്ലായ്മ നമ്മെ എപ്പോഴും വേട്ടയാടുന്നത്? ഉത്തരം വളരെ ലളിതമാണ്. നമ്മളില്ലാത്തതിനെക്കുറിച്ച് മാത്രം എപ്പോഴും ചിന്തിക്കുകയും ഉള്ളതിനെക്കുറിച്ച് തീർത്തും മറന്നുപോവുകയും ചെയ്യുന്നു. ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നതുവരെ നമ്മുടെ നെട്ടോട്ടം കിട്ടാത്ത എന്തൊക്കെയോ സാധനങ്ങൾക്ക് വേണ്ടിയാണ്. ഈ ഓട്ടത്തിനിടയിൽ എപ്പോഴെങ്കിലും നമ്മളൊന്ന് തിരിഞ്ഞു നിന്ന് ചിന്തിച്ചിട്ടുണ്ടോ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്രത്തോളം ഭാഗ്യവാന്മാരാണെന്ന്? ഈ ചെറിയ എന്നാൽ വളരെ ആഴമുള്ള ചോദ്യമാണ് ഇന്നത്തെ ഈ യാത്രയുടെ അടിസ്ഥാനം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ജീവിതത്തെ പൂർണ്ണമായും മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വലിയ ശക്തിയെക്കുറിച്ചാണ്. അത് മറ്റൊന്നുമല്ല, കൃതജ്ഞത അഥവാ നന്ദി എന്ന വികാരമാണ്. ഈ വാക്ക് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഒരാൾ നമുക്ക് എന്തെങ്കിലും സഹായം ചെയ്താൽ നമ്മൾ ഉടനെ നന്ദി പറയും. എന്നാൽ അതൊരു ശീലമായി, ഒരു സാമൂഹിക കടമയായി നമ്മൾ വെറുതെ ചെയ്തു പോകുന്നതാണ്. യഥാർത്ഥ നന്ദി അതല്ല. എന്തെങ്കിലും തിരികെ കിട്ടാൻ വേണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും നേടിയെടുക്കാൻ വേണ്ടിയോ പറയേണ്ട ഒന്നല്ല ഇത്. അത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും, ഹൃദയത്തിൻ്റെ ഏറ്റവും ആഴങ്ങളിൽ നിന്നും അനുഭവിക്കേണ്ട ഒരു വികാരമാണ്. ഓരോ ശ്വാസത്തിലും ഓരോ ഹൃദയമിടിപ്പിലും ആ നന്ദി നമ്മൾ അറിയണം. ഈ ലോകത്ത് നന്ദി പ്രകടിപ്പിക്കാൻ നമുക്ക് 101 കാരണങ്ങളെങ്കിലുമുണ്ട്. ആ കാരണങ്ങളിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നുപോകാൻ പോകുന്നത്. ഈ യാത്ര നിങ്ങളുടെ ചിന്തകളെയും ജീവിതത്തെയും പൂർണ്ണമായും മാറ്റും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ വലിയ ആശയങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ഒരു കാര്യം പറയട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് പുതിയ അറിവുകൾ നൽകുന്നുണ്ടെങ്കിൽ ദയവായി ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ പ്രതികരണവും കൂടുതൽ നല്ല വിഷയങ്ങൾ സംസാരിക്കാൻ വലിയൊരു ഊർജ്ജമാണ് നൽകുന്നത്. നമുക്കാദ്യം ഈ പ്രപഞ്ചത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. അനന്തവും അജ്ഞാതവുമായ ഈ മഹാപ്രപഞ്ചത്തിൽ നാം ഓരോരുത്തരും എത്രയോ ചെറിയൊരു ബിന്ദു മാത്രമാണ്. എന്നിട്ടും ഈ പ്രപഞ്ചം നമ്മെ ഓരോ നിമിഷവും നിലനിർത്തുന്നു. നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും താരാപഥങ്ങളും നിറഞ്ഞ ഈ മഹാവിസ്മയത്തിന് നമുക്ക് ആദ്യമായി നന്ദി പറയാം. നമ്മെ സൃഷ്ടിച്ച, നമ്മെ നിരന്തരം നിയന്ത്രിക്കുന്ന, നമ്മെ കാത്തുസൂക്ഷിക്കുന്ന ആ വലിയ പ്രപഞ്ചശക്തിയോട് അതിരറ്റ നന്ദി. ശൂന്യതയിൽ നിന്നും ജീവൻ തുടിക്കുന്ന ഈ അത്ഭുതത്തിന് നന്ദി. അതോടൊപ്പം നമ്മുടെ സ്വന്തം അസ്തിത്വത്തിനും നാം നന്ദി പറയേണ്ടതുണ്ട്. ഞാൻ എന്ന ഈ വ്യക്തിത്വത്തിന്, എൻ്റെ ജീവന്, ഓരോ നിമിഷവും എൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുന്ന ജീവവായുവിന് നന്ദി. ശ്വാസം ഉള്ളിലേക്കെടുക്കുമ്പോഴും പുറത്തേക്ക് വിടുമ്പോഴും നാം അറിയുന്ന ആ ജീവന്റെ തുടിപ്പിന് നന്ദി. സങ്കീർണമായ ചിന്തകളെയും വികാരങ്ങളെയും നിയന്ത്രിക്കുന്ന എൻ്റെ മനസ്സിന് നന്ദി. എൻ്റെ ഉള്ളിൽ നിറയുന്ന ഓരോ നല്ല ചിന്തകൾക്കും, എനിക്ക് ലഭിച്ച ഈ പുതിയ പ്രഭാതത്തിനും നന്ദി. ഇന്നത്തെ ഈ പുലരി കാണാൻ കഴിയാതെ ഉറക്കത്തിൽ നിന്നും ഉണർന്നെഴുന്നേൽക്കാൻ കഴിയാത്ത എത്രയോ പേരുണ്ട് ഈ ലോകത്ത്. എന്നാൽ പ്രപഞ്ചം എനിക്കൊരു പുതിയ ദിവസം കൂടി നൽകിയിരിക്കുന്നു. പുതിയ കാര്യങ്ങൾ ചെയ്യാൻ, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ, സ്നേഹിക്കാൻ, ചിരിക്കാൻ എനിക്ക് ലഭിച്ച ഈ ഒരു ദിവസത്തിന് എൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ നന്ദി പറയുന്നു. ഇനി നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കാം. പ്രകൃതിയോളം വലിയൊരു അത്ഭുതം വേറെയില്ല. നമ്മെ താങ്ങി നിർത്തുന്ന ഈ ഭൂമിക്ക് ആദ്യമായി നന്ദി പറയാം. എത്രയോ ഭാരം വഹിച്ച് യാതൊരു പരാതിയുമില്ലാതെ നമ്മെ സഹിക്കുന്ന ഭൂമിമാതാവിന് നന്ദി. ഈ മണ്ണാണ് നമ്മുടെ അടിസ്ഥാനം. എല്ലാ ദിവസവും കൃത്യസമയത്ത് ഉദിച്ച് നമുക്ക് വെളിച്ചവും ചൂടും ഊർജവും നൽകുന്ന സൂര്യന് നന്ദി. സൂര്യനില്ലെങ്കിൽ ഈ ഭൂമിയിൽ ഒരു ജീവനും നിലനിൽക്കില്ല. അതുപോലെ രാത്രിയുടെ അന്ധകാരത്തിൽ കുളിർമയായി എത്തുന്ന ചന്ദ്രനും തിളങ്ങുന്ന നക്ഷത്രങ്ങൾക്കും നന്ദി. നമുക്ക് ജീവവായു നൽകുന്ന, കൊടുംവെയിലിൽ തണൽ നൽകുന്ന, മധുരിക്കുന്ന ഫലങ്ങൾ നൽകുന്ന ഓരോ മരങ്ങൾക്കും ചെടികൾക്കും നന്ദി. ഭൂമിയെ പച്ചപ്പണിയിക്കുന്ന പുൽക്കൊടികൾക്ക് നന്ദി. നമ്മുടെ ചുറ്റും കാണുന്ന മനോഹരമായ പൂക്കൾക്ക്, അവയുടെ വൈവിധ്യമാർന്ന നിറങ്ങൾക്ക്, നമ്മെ ഉന്മേഷഭരിതരാക്കുന്ന സുഗന്ധത്തിന് നന്ദി. ഭൂമിയുടെ ദാഹം തീർക്കുന്ന ജീവന്റെ അടിസ്ഥാനമായ മഴയ്ക്ക് നന്ദി. ആകാശത്തുനിന്നും പെയ്തിറങ്ങുന്ന ഓരോ മഴത്തുള്ളിയും ജീവന്റെ അമൃതമാണ്. മഴ പെയ്യുമ്പോഴുണ്ടാകുന്ന മണ്ണിന്റെ ഗന്ധത്തിന് നന്ദി. ഇടതടവില്ലാതെ ഒഴുകുന്ന നദികൾക്കും അരുവികൾക്കും അനന്തവും അഗാധവുമായ മഹാസമുദ്രങ്ങൾക്കും തലയുയർത്തി നിൽക്കുന്ന മലനിരകൾക്കും നന്ദി. നമ്മെ തലോടി കടന്നുപോകുന്ന കുളിർക്കാറ്റിന് നന്ദി. ഈ ഭൂമിയെ മനോഹരമാക്കുന്ന ഓരോ മൃഗങ്ങൾക്കും, ആകാശത്ത് സ്വതന്ത്രമായി പാറി നടക്കുന്ന പക്ഷികൾക്കും അവയുടെ കളകൂജനങ്ങൾക്കും നന്ദി. മണ്ണിലെ സൂക്ഷ്മജീവികൾ മുതൽ കാട്ടിലെ വന്യമൃഗങ്ങൾ വരെ, പ്രകൃതിയുടെ ഓരോ ജീവജാലങ്ങൾക്കും അവയുടെ അനിർവചനീയമായ സൗന്ദര്യത്തിനും പ്രസക്തിക്കും ഞാൻ അതിരറ്റ നന്ദി രേഖപ്പെടുത്തുന്നു. തുടർന്ന് നമ്മുടെ ശരീരത്തിലേക്ക് തന്നെ മടങ്ങിവരാം. പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കാൻ കഴിയുക എന്നതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ഭാഗ്യം. രോഗങ്ങളില്ലാത്ത ഒരവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. കോടിക്കണക്കിന് കോശങ്ങളാൽ നിർമ്മിതമായ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും നമുക്ക് നന്ദി പറയാം. തല മുതൽ കാൽ വരെ നമ്മൾ പോലും അറിയാതെ നമുക്കുവേണ്ടി രാപ്പകൽ ഭേദമില്ലാതെ പ്രവർത്തിക്കുന്ന നമ്മുടെ ശരീരത്തിന് നന്ദി.
ഈ പ്രപഞ്ചത്തിന്റെ സൗന്ദര്യം മുഴുവൻ കാണാൻ സഹായിക്കുന്ന എൻ്റെ 2 കണ്ണുകൾക്ക് നന്ദി. പ്രിയപ്പെട്ടവരുടെ ശബ്ദങ്ങളും പ്രകൃതിയുടെ സംഗീതവും കേൾക്കാൻ സഹായിക്കുന്ന ചെവികൾക്ക് നന്ദി. ജീവവായു ശ്വസിക്കാനും ഗന്ധങ്ങൾ അറിയാനും സഹായിക്കുന്ന മൂക്കിന് നന്ദി. വിവിധ രുചികൾ അറിയാൻ സഹായിക്കുന്ന നാവിന് നന്ദി. ആശയവിനിമയം നടത്താൻ സഹായിക്കുന്ന ശബ്ദത്തിന് നന്ദി. ചൂടും തണുപ്പും സ്പർശനവും അറിയാൻ സഹായിക്കുന്ന ചർമ്മത്തിന് നന്ദി. നമ്മൾ ഉറങ്ങുമ്പോഴും നമുക്കുവേണ്ടി ഒരു നിമിഷം പോലും വിശ്രമിക്കാതെ മിടിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയത്തിന്, രക്തചംക്രമണ വ്യവസ്ഥയ്ക്ക്, ശ്വാസകോശങ്ങൾക്ക്, ദഹനപ്രക്രിയയ്ക്ക് എല്ലാം നന്ദി. നമുക്ക് എഴുന്നേൽക്കാനും നടക്കാനും ഓടാനും ലോകം മുഴുവൻ സഞ്ചരിക്കാനും സഹായിക്കുന്ന കാലുകൾക്ക് നന്ദി. ജോലികൾ ചെയ്യാനും പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിക്കാനും സഹായിക്കുന്ന കൈകൾക്ക് നന്ദി. എന്നെ ഈ രൂപത്തിൽ നിർത്തിയിരിക്കുന്ന എൻ്റെ അസ്ഥികൾക്കും പേശികൾക്കും നന്ദി. ഈ ശരീരം എനിക്ക് നൽകിയ പൂർണ്ണ ആരോഗ്യത്തിന് ഞാൻ എപ്പോഴും നന്ദിയുള്ളവനാണ്. രോഗങ്ങൾ വരുമ്പോൾ എന്നെ സുഖപ്പെടുത്താൻ ശ്രമിക്കുന്ന ശരീരത്തിൻ്റെ പ്രതിരോധശേഷിക്ക് നന്ദി. ശരീരത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നമുക്ക് ജീവൻ നിലനിർത്താൻ ആവശ്യമായ ഭക്ഷണത്തിനും നന്ദി പറയണം. നമ്മൾ ദിവസവും കഴിക്കുന്ന ഓരോ ഉരുള ഭക്ഷണത്തിനും നന്ദി. ആ ഭക്ഷണം നമ്മളിലേക്ക് വെറുതെ ആകാശത്തുനിന്നും പൊട്ടിവീഴുന്നതല്ല. അതിനു പിന്നിൽ ഒരുപാട് പേരുടെ കണ്ണുനീരും കഷ്ടപ്പാടുമുണ്ട്. കടുത്ത വെയിലത്തും മഴയത്തും വിയർപ്പൊഴുക്കി മണ്ണിൽ പണിയെടുക്കുന്ന ഓരോ കർഷകനും നന്ദി. ആ വിത്തുകൾക്ക് മുളക്കാൻ സഹായിച്ച മണ്ണിനും വെള്ളത്തിനും നന്ദി. അവിടെ നിന്നും അത് വിളവെടുത്ത് വണ്ടിയിൽ കയറ്റി എത്രയോ കിലോമീറ്ററുകൾ താണ്ടി മാർക്കറ്റിലെത്തിച്ച ഓരോ വ്യക്തികൾക്കും നന്ദി. ആ ഭക്ഷണം പണം കൊടുത്തു വാങ്ങി സ്നേഹത്തോടെ രുചികരമായി പാകം ചെയ്ത് നമ്മുടെ മുന്നിലെത്തിച്ച കൈകൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന എൻ്റെ ആരോഗ്യകരമായ ദഹന വ്യവസ്ഥയ്ക്കും നന്ദി. കുടിക്കാൻ ലഭിക്കുന്ന ശുദ്ധമായ ജലത്തിന് നന്ദി. ജലമില്ലെങ്കിൽ ഒരു ജീവനും നിലനിൽക്കില്ലല്ലോ. മനുഷ്യനൊരു ഒറ്റപ്പെട്ട തുരുത്തല്ല. ബന്ധങ്ങളില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. നമ്മൾ എപ്പോഴും പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഓരോ ബന്ധങ്ങൾക്കും നമുക്ക് നന്ദി പറയാം. ആദ്യമായി ഈ മനോഹരമായ ലോകത്തേക്ക് എന്നെ കൊണ്ടുവന്ന, എനിക്ക് ജീവൻ നൽകിയ എൻ്റെ മാതാപിതാക്കൾക്ക് നന്ദി. അമ്മയുടെ ഗർഭപാത്രത്തിലെ 9 മാസങ്ങൾക്കും എന്നെ വളർത്താൻ അവർ സഹിച്ച വേദനകൾക്കും നന്ദി. അച്ഛൻ്റെ വിയർപ്പിനും കരുതലിനും നന്ദി. അവരുടെ ത്യാഗങ്ങൾക്കും സ്നേഹത്തിനും പകരമായി നൽകാൻ ഈ ലോകത്തൊന്നുമില്ല. എൻ്റെ കൂടെപ്പിറപ്പുകൾക്ക് എൻ്റെ കുട്ടിക്കാലം മനോഹരമാക്കിയതിന്, എൻ്റെ രഹസ്യങ്ങൾ സൂക്ഷിച്ചതിന്, എന്നോട് വഴക്കിട്ടതിനും സ്നേഹിച്ചതിനും നന്ദി. ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും എൻ്റെ കൂടെ നിൽക്കുന്ന, എൻ്റെ സുഖത്തിലും ദുഃഖത്തിലും പങ്കുചേരുന്ന, എൻ്റെ വീഴ്ചകളിൽ എന്നെ താങ്ങി നിർത്തുന്ന എൻ്റെ ജീവിത പങ്കാളിക്ക് നന്ദി. എൻ്റെ ജീവിതത്തിൽ പുതിയ അർത്ഥങ്ങൾ നൽകിയ, എനിക്ക് വാത്സല്യം എന്തെന്ന് മനസ്സിലാക്കി തന്ന എൻ്റെ മക്കൾക്ക് നന്ദി. എന്നെ എപ്പോഴും പിന്തുണയ്ക്കുന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കും ബന്ധുക്കൾക്കും നന്ദി. കൂട്ടുകാർ ഇല്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ കൂടി കഴിയില്ല. എന്നെ പൂർണ്ണമായും മനസ്സിലാക്കുന്ന, എനിക്ക് ശരിയായ ഉപദേശങ്ങൾ നൽകുന്ന, ഞാൻ തളരുമ്പോൾ എൻ്റെ കൂടെ എപ്പോഴും നിൽക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി. ജീവിതത്തിൽ ശരിയായ വഴികൾ കാണിച്ചു തന്ന, അറിവിൻ്റെ വിശാലമായ ലോകത്തേക്ക് എൻ്റെ കൈപിടിച്ച് നടത്തിയ ഓരോ ഗുരുക്കന്മാർക്കും നന്ദി. എനിക്ക് മുൻപേ ജീവിച്ചു കടന്നുപോയ, ഈ ഭൂമി വാസയോഗ്യമാക്കി തീർത്ത എൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന പിതൃക്കൾക്കും മുൻഗാമികൾക്കും നന്ദി. എൻ്റെ ജീവിതത്തിൽ സന്തോഷം നൽകുന്ന, നിരുപാധികമായ സ്നേഹം തരുന്ന എൻ്റെ വളർത്തുമൃഗങ്ങൾക്ക് നന്ദി. ഇതിനെല്ലാം ഉപരിയായി എൻ്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും കണ്ടുമുട്ടിയവരും, എന്നെ സഹായിച്ചവരും, എൻ്റെ ജീവിതത്തെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിച്ചവരും, ഇനി വരും കാലങ്ങളിൽ ഞാൻ കണ്ടുമുട്ടാൻ പോകുന്നവരുമായ ലോകത്തിലെ എല്ലാ മനുഷ്യരോടും ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നും കടപ്പാടറിയിക്കുന്നു. ഈ മനോഹരമായ യാത്രയുടെ പകുതി പിന്നിടുമ്പോൾ ഞാൻ വീണ്ടും ചോദിക്കട്ടെ, ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നത് ആരോടാണെന്ന് താഴെ കമന്റ് ചെയ്യുക. ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ അറിവും സമ്പത്തും അത്യാവശ്യമാണ്. എനിക്ക് ലഭിച്ച വിദ്യയ്ക്കും വിദ്യാഭ്യാസത്തിനും ഞാൻ നന്ദി പറയുന്നു. അറിവാണ് ഒരു മനുഷ്യനെ എല്ലാ അർത്ഥത്തിലും പൂർണ്ണനാക്കുന്നത്. എനിക്ക് അക്ഷരങ്ങൾ വായിക്കാനും എഴുതാനും സ്വതന്ത്രമായി ചിന്തിക്കാനും തന്ന കഴിവിന് നന്ദി. ഞാൻ ആഗ്രഹിച്ച, അല്ലെങ്കിൽ എന്നെ ഇന്ന് അഭിമാനത്തോടെ ജീവിക്കാൻ സഹായിക്കുന്ന എൻ്റെ തൊഴിലിന് നന്ദി. ആ തൊഴിൽ എനിക്ക് നൽകുന്ന ആത്മവിശ്വാസത്തിന് നന്ദി. ആ തൊഴിലിലൂടെ എൻ്റെ ജീവിതത്തിലേക്ക് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന പണത്തിനും സമ്പത്തിനും നന്ദി. പണം എന്നത് വെറുമൊരു കടലാസല്ല, അത് ജീവിതം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു വലിയ ഊർജ്ജമാണ്. ആ ഊർജ്ജം എനിക്ക് യഥേഷ്ടം ലഭിക്കുന്നതിന് നന്ദി. എൻ്റെ സ്വന്തം വീടിന്, എന്നെ കടുത്ത വെയിലിൽ നിന്നും കൊടും മഴയിൽ നിന്നും തണുപ്പിൽ നിന്നും കാത്തുസൂക്ഷിക്കുന്ന ആ സുരക്ഷിതമായ മേൽക്കൂരയ്ക്ക് നന്ദി. ഞാൻ കിടന്നുറങ്ങുന്ന മൃദുവായ കിടക്കയ്ക്ക് നന്ദി. ഞാൻ ഉപയോഗിക്കുന്ന വാഹനത്തിന് നന്ദി. ഞാൻ ധരിക്കുന്ന, എന്നെ സുന്ദരനാക്കുന്ന വസ്ത്രങ്ങൾക്ക് നന്ദി. എൻ്റെ ജീവിതത്തിലുള്ള എല്ലാ സുഖസൗകര്യങ്ങൾക്കും ആധുനിക സാങ്കേതിക വിദ്യകൾക്കും ഞാൻ അതിരറ്റ നന്ദി രേഖപ്പെടുത്തുന്നു. എന്നെ തേടിയെത്തുന്ന പുതിയ അവസരങ്ങൾക്കും നന്ദി. ഓരോ പുതിയ ദിവസവും എനിക്ക് മുന്നിൽ തുറന്നിടുന്ന പുതിയ വാതിലുകൾക്കും സാധ്യതകൾക്കും നന്ദി. പരാജയങ്ങളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് വീണ്ടും ശ്രമിക്കാൻ എനിക്ക് ലഭിക്കുന്ന അവസരങ്ങൾക്ക് നന്ദി. ചുറ്റുമുള്ള മറ്റുള്ളവരെ ചെറിയ രീതിയിലെങ്കിലും സഹായിക്കാൻ എനിക്ക് കഴിയുന്നതിനും സന്തോഷകരമായ ഒരു ജീവിതം എനിക്ക് ലഭിച്ചതിനും ഞാൻ എന്നും നന്ദിയുള്ളവനാണ്. എൻ്റെ മനസ്സിലേക്ക് കടന്നുവരുന്ന പോസിറ്റീവായ ചിന്തകൾക്ക് നന്ദി.
ആ നല്ല ചിന്തകളാണ് എൻ്റെ ഓരോ പ്രവൃത്തികളെയും ശരിയായ ദിശയിലേക്ക് നയിക്കുന്നത്. നിഷേധാത്മകമായ ചിന്തകളിൽ നിന്നും എന്നെ സംരക്ഷിക്കുന്ന എൻ്റെ ഇച്ഛാശക്തിക്ക് നന്ദി. പ്രതിസന്ധികളെ പുഞ്ചിരിയോടെ നേരിടാൻ എനിക്ക് ലഭിച്ച ധൈര്യത്തിന് നന്ദി. അവസാനമായി ഈ ലോകത്തിലെ ഏറ്റവും വലിയ വികാരമായ സ്നേഹത്തിന് നന്ദി. എനിക്ക് മറ്റുള്ളവർക്ക് യാതൊരു നിയന്ത്രണവുമില്ലാതെ നൽകാൻ കഴിയുന്ന സ്നേഹത്തിനും മറ്റുള്ളവരിൽ നിന്നും എനിക്ക് തിരികെ ലഭിക്കുന്ന കളങ്കമില്ലാത്ത സ്നേഹത്തിനും പ്രണയത്തിനും നന്ദി. സ്നേഹമില്ലാത്ത ഒരു ജീവിതം വെള്ളമില്ലാത്ത വരണ്ട ഭൂമി പോലെയാണ്. എനിക്ക് ലഭിച്ച എൻ്റെ സ്വാതന്ത്ര്യത്തിന് നന്ദി. എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചിന്തിക്കാനും പറയാനും ചെയ്യാനുമുള്ള ഈ സ്വാതന്ത്ര്യം വളരെ വലുതാണ്. ലോകത്ത് പലർക്കുമില്ലാത്ത ഒരു ഭാഗ്യമാണിത്. എൻ്റെ ബാഹ്യവും ആന്തരികവുമായ സൗന്ദര്യത്തിന് നന്ദി. എല്ലാവരെയും ഒരുപോലെ കാണാനും പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ നിറത്തിൻ്റെയോ ജാതിയുടെയോ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരുപോലെ മനുഷ്യരായി കണ്ട് ബഹുമാനിക്കാനും എനിക്ക് കഴിയുന്ന എൻ്റെ നല്ല സ്വഭാവത്തിന് നന്ദി. ഞാനായിരിക്കുന്നതിന് എൻ്റെ ഈ അനന്യമായ വ്യക്തിത്വത്തിന് നന്ദി. എൻ്റെ പുഞ്ചിരിക്ക് നന്ദി. എൻ്റെ കണ്ണുനീരിനും നന്ദി. കാരണം അത് എൻ്റെ വേദനകളെ കഴുകിക്കളയുന്നു. ഇങ്ങനെ എത്ര നേരം വേണമെങ്കിലും പറഞ്ഞു തുടങ്ങാം. ഒരിക്കലും തീരാത്തത്ര കാരണങ്ങളുണ്ട് നമുക്ക് നന്ദി പറയാൻ. ഈ പ്രപഞ്ചത്തിൽ നാം അനുഭവിക്കുന്ന ഓരോ ചെറിയ കാര്യത്തിനും വലിയൊരർത്ഥമുണ്ട്. ചുരുക്കത്തിൽ നമ്മുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങൾക്കും, ഓരോരോ സാഹചര്യങ്ങൾക്കും, ഓരോ വ്യക്തികൾക്കും, നമ്മെ നിലനിർത്തുന്ന പ്രപഞ്ചത്തിനും ആത്മാർത്ഥമായി നന്ദി പറയുക. ഇത് കേവലം ചുണ്ടുകളിൽ നിന്നും വരുന്ന വെറുമൊരു വാക്കിൽ മാത്രം ഒതുങ്ങാതെ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ആ വികാരം ഒരു തരംഗമായി പുറത്തേക്ക് വരണം. അങ്ങനെ നിരന്തരം നിരുപാധികമായി നന്ദി പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങളുടെ ചുറ്റുമുള്ള ലോകം മാറിമറിയും. ബാഹ്യമായ സാഹചര്യങ്ങൾ എന്തുതന്നെയായാലും സന്തോഷം നിങ്ങളുടെ ഉള്ളിൽ നിന്നും തന്നെ ഒരു നീരുറവ പോലെ സദാസമയവും ഉറവെടുക്കും. നന്ദി.